ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ മത്തങ്ങ ലഡുവാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മത്തങ്ങ ലഡു എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മത്തങ്ങയെന്ന് കുറച്ച് കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ 1/3 ഭാഗം മാത്രമേ ഞാൻ ലഡുവിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല മഞ്ഞ കളറായിട്ടുള്ള മത്തങ്ങയായിരുന്നു, നല്ല മൂത്ത മത്തങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലഡുവിൽ ഒരല്പം പോലും ഫുഡ് കളർ ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നല്ല ചെറിയ പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എരിശ്ശേരിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ അതെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനതൊരു തുണിയിലിട്ട് കൊടുത്തേക്കാണ്. ഇതേപോലെ പതുക്കെ നിരടി കൊടുത്തു കഴിയുമ്പോൾ കപ്പലണ്ടിയുടെ തൊലി നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നറുനെയ്യ് ഇട്ട് കൊടുക്കാം. നറുനെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ആ സെയിം കടായിൽ തന്നെ നമുക്ക് കുറച്ച് നറുനെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണ്. മൂത്ത മത്തങ്ങ ആകുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും. മത്തങ്ങയുടെ ആ ഒരു ഫ്ലേവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 1/4 സ്പൂൺ
ഏലക്ക പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് മത്തങ്ങ ശരിക്കും ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നേരിയതായിട്ട് നെയ്യ് സെപ്പറേറ്റ് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സ്പൂൺ വെച്ച് ശരിക്കും നിരടി മത്തങ്ങയും റവയും തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത കപ്പലണ്ടി മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത്ര കപ്പലണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിക്ക് പകരം കശുവണ്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഇത് വെച്ച് മാത്രം ഞാൻ ചെയ്തെടുത്തതാണ് ലഡു. എന്നിട്ട് ശരിക്കും അതിലത്തെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറുന്ന വരെ നമ്മൾ ലഡു പിടിക്കുമ്പോൾ ശരിക്കും ബോൾസായിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കാം. എന്നിട്ട് കൈ പൊള്ളാതെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കിത് എടുക്കാം. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ ലഡു എല്ലാം തന്നെ നമ്മൾ ബോൾസാക്കി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ ലഡു ആണ്. അപ്പം ഇനി എല്ലാവരും മത്തങ്ങ കിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.